ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിന്നു സ്റ്റോക്കീസ്. അപ്പോൾ ഒരു 2 years ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുത്തിട്ട്, കാരണം ഞാൻ നിൽക്കുന്നു. സോ നമുക്കിപ്പോൾ വ്ളോഗ് പതുക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഞങ്ങളിപ്പോൾ ആക്ച്വലി ബാംഗ്ലൂരാണ് ഉള്ളത്. ഇന്ന് May 1st ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കറങ്ങാൻ പോവാം എവിടേക്കെങ്കിലും. ഓ കഴിഞ്ഞോ? ഓക്കെ, അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ കുഞ്ഞു പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇത് BMTCന്റെ ഒരു പാക്കേജ് ആണ് കേട്ടോ. അതില് ഒരു 5 അമ്പലങ്ങൾ കവർ ആവുന്ന തരത്തില് ഈശ യോഗ സെന്റർ ആണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പൊ അവിടെ പോകുന്നതിന് മുന്നേ ഒരു 5 ടെമ്പിൾസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പോണത്. അപ്പൊ ഇത് മെജസ്റ്റിക് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ ട്രിപ്പ്. 12 o'clock മെജസ്റ്റിക്കിൽ പോയിട്ട് അവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വഴിയിലുള്ള 4 അമ്പലങ്ങളും വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ യോഗയിലേക്ക് പോവും, അവിടെ ലേസർ ലൈറ്റ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഊബറിൽ പോയിക്കൊണ്ടിരിക്കാതാ. കുഞ്ഞിന്റെ ഫസ്റ്റ് ബസ് റൈഡ് ആണല്ലേ. വീൽസ് ഓൺ ദ ബസ്സിൽ പോവല്ലേ? നമ്മളൊരു 11:45 ആയപ്പോഴത്തേക്കും മെജസ്റ്റിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മെജസ്റ്റിക് ടെർമിനൽ 1-ലാണ് ഈ ഈഷ പാക്കേജ് ടൂറിന്റെ ബസ് ഉണ്ടായിരിക്കുക. 12:02 ആണ് നമ്മുടെ ബസ് ടൈമിംഗ്. ബസ് ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി സീറ്റ് നമ്പർ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, അപ്പം അത് നോക്കി കയറി ഇരുന്ന് സെറ്റിലായി. ഞാൻ ആക്ച്വലി 4 seats ആയിട്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം കുഞ്ഞുവിന് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്. 3 years above ഉള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ടു, പക്ഷെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. 627 rupees ആണ് കേട്ടോ ഈ പാക്കേജിന്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു 2 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കനിവി ബസവണ്ണ ടെമ്പിൾ ആണ്. നല്ല രസകര അമ്പലം. നന്ദിയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ഇവിടെ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് ഈ ഒരു വിഗ്രഹം എല്ലാ വർഷവും കൂടുന്തോറും വലുതാവും എന്നാണ്. ഇതിന് ചുറ്റും ഒരു നൂല് കെട്ടാറുണ്ടായിരുന്നു അത്രേ. ഇപ്പം ആ നൂല് കെട്ടാൻ പറ്റില്ല, അത്രയും വളർന്നിട്ടുണ്ട്. ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. നന്ദി കൂടാതെ പിന്നെ നവഗ്രഹങ്ങളുണ്ട്, വേറെ ദേവി ദേവന്മാരെല്ലാവരും ഉണ്ട്. ഞാൻ അവിടെ തൊഴുത് കുഞ്ഞിന് പമ്പരൊക്കെ വാങ്ങി ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും AC ഒക്കെ ആയതുകൊണ്ട് നമുക്കൊട്ടും ക്ഷീണമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പറയുമ്പോൾ നമ്മളൊരു ഉച്ച ടൈമിലാണ് പോകുന്നത്. നമ്മൾ സെക്കൻഡ് അമ്പലത്തിലെത്തി, ഭോഗനന്ദീശ്വര ടെമ്പിൾ. ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു കുറേ കുത്തുപണികളൊക്കെ ആയിട്ടൊരു ഹമ്പി പോയ പോലെ ഉണ്ട്. അതൊക്കെ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സമയം ഒരു 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. കയറി കഴിഞ്ഞാൽ 2 സൈഡിലും നല്ല വലിയ ഗാർഡനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു 2:35 ആ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുള്ളത്. ബാംഗ്ലൂർ ഇപ്പോൾ ചൂടാണ് ആക്ച്വലി, എന്നാലും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോൾ നമുക്കൊട്ടും ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. മേ ബി മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 to 10 minutes 15 minutes ഒക്കെ പറ്റുള്ളൂ, കാരണം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഈഷ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഓൺ ദ വേ എല്ലാം കയറി ഒരു 10 minutes 15 minutes കൊണ്ട് കണ്ട് തൊഴുത് ഫോട്ടോസൊക്കെ എടുത്ത് വരാം. അങ്ങനെ കണ്ടോ, ഈ കൊത്തുപണി എല്ലാം കാണുമ്പോൾ നമുക്ക് ഹംപിയൊക്കെ ഓർമ്മ വരുന്നില്ലേ? പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വിശ്വേശ്വരയ്യ മ്യൂസിയം ആൻഡ് സമാധി കാണാനാണ്. അവിടെ ക്യാമറ അലൗഡ് അല്ല ഇൻസൈഡ്. അപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് വിഷ്വൽസ് ഒക്കെ എടുത്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലഞ്ച് ഒരു 3:30 ഒക്കെ ആകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നല്ലതാ. പിന്നെ നമുക്ക് ഓൺ ദ വേ ഈ പേരയ്ക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ബസ്. ഈ 3rd ഡെസ്റ്റിനേഷൻ കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ. നല്ല ഫുഡായിരുന്നു. വാഷ്റൂം അത്ര നല്ലതായിരുന്നില്ല, പക്ഷെ ഫുഡ് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് 45 minutes കൊണ്ട് ഫുഡൊക്കെ കഴിച്ച്
പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ചെന്നു. അത് രംഗനാഥ സ്വാമി ടെമ്പിൾ. ഇത് നല്ലൊരു ടെമ്പിൾ. ശരിക്കും അനന്തശയനാണ് അവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം ഫോണും സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കാനായിട്ട്. അവർ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു, കുരങ്ങന്മാരെ ഒന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന്. അത്രയും കുരങ്ങന്മാരുണ്ട് ഇവിടെ. അതായിട്ടോ ഒരു നല്ലൊരു ആർക്കിടെക്ചർ ഒക്കെയാണ്. ഞാൻ ഇവിടെ അകത്തേക്ക് കയറിയില്ല, ഒരു ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കുഞ്ഞും കൂടെ പുറത്തു നിന്നു. കുഞ്ഞിന് ഓടിക്കളിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ ഇവിടെ ലഡു ആണ് പ്രസാദം. അപ്പൊ ഞങ്ങൾ ലഡു വാങ്ങിച്ചു. പക്ഷെ അവിടുന്ന് കഴിച്ച് അതേപോലെ കുരങ്ങൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. കണ്ടായിരുന്നു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ കഴിക്കണത്, നമ്മളൊക്കെ കഴിക്കണ പോലെ തന്നെ. അപ്പൊ ഞങ്ങൾ ബസ്സിൽ വന്നിട്ട് അത് കഴിച്ചു. ഇനി നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കുള്ള പോക്കാണ് കേട്ടോ. ഈ രംഗനാഥ സ്വാമി ടെമ്പിളിൽ നിന്നും ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ആണുള്ളത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈശ എൻട്രൻസ് കണ്ടു. അത് കഴിഞ്ഞ് ഇത്രയും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴേക്കും എന്തൊരു ഭംഗിയാ കാണാൻ അറിയോ, ഹ്യൂജ് ശിവ സ്റ്റാച്ചു. അതും കണ്ട് ഞങ്ങളതൊരു 6:10 കൂടിയിട്ട് അവിടെ എത്തി. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഏരിയ ഒക്കെ ഇപ്പൊ കുറച്ച് എംപ്റ്റി ആയിട്ട് തോന്നും. പക്ഷെ കണ്ടോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ജനസമുദ്രമായിരുന്നു അവിടെ. എല്ലാവരും ഈ ലേസർ ലൈറ്റ് ഒക്കെ കാണാനായിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ഞങ്ങൾ ആദ്യം പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. ദോശ എല്ലാം ഈശയുടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആ ക്യാൻറ്റീൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ ദ മാജിക് സ്റ്റാർട്ടഡ്. 7:15 കൂടിയിട്ട് ഈ ലേസർ ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. എല്ലാ ലൈറ്റ്സും ഓഫാക്കി. ആൻഡ് ഐ തിങ്ക് നേച്ചർ ഓൾസോ അതിൻ്റെ കൂടെ കൂടി. എല്ലാ ലൈറ്റ്സും ഓഫാക്കി ലേസർ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതും ഇടിമിന്നലും പിന്നെ നല്ലൊരു കാറ്റും ഒക്കെ വന്നിട്ട് ആ ഒരു ഫുൾ കംപ്ലീറ്റ് ഫീല് നമുക്ക് കിട്ടി. പിന്നെന്താ പതുക്കെ ചന്ദ്രക്കല, കമ്മൽ, അങ്ങനെ ഓരോരോ പോർഷനായിട്ട് സ്റ്റാച്ചു ഇങ്ങനെ വിസിബിൾ ആയി തുടങ്ങി. സെവൻ 40 ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 7:35 ഒക്കെ ആയപ്പോഴേക്കും ഇറങ്ങി അവിടുന്ന്. ഡ്രോപ്പ് ആക്ച്വലി മെജസ്റ്റിക് തന്നെയാണ്. നമ്മളുടെ വീട് പക്ഷെ ഓൺ ദ വേ ആയത് കാരണം നമ്മളെ ഹെബ്ബാൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവർ ഓക്കെ പറഞ്ഞു. ആൻഡ് ഇന്ന് ബുദ്ധപൂർണിമയായിരുന്നു. അപ്പം നമുക്ക് ഫുൾ മൂണും കാണാൻ പറ്റി, ആദിയോഗി സ്റ്റാച്ചുവും കാണാൻ പറ്റി. ഇത് പറഞ്ഞറിയിക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളവിടെ പോയി തന്നെ അത് ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മളിത് 9:30 ആയപ്പോഴത്തേക്കും ഹെബ്ബാൾ എത്തി. ആൻഡ് 10 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വ്ളോഗ്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും BMTCയിൽ പോയി ബുക്ക് ചെയ്തിട്ട് ഗെറ്റ് യുവർ സെൽഫ് എ ടൂർ. താങ്ക് യു.